നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മികച്ച പോളിംഗിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നണികൾ 74.37% മണ്ഡലത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. യു.ഡി.എഫിന് അനുകൂലമാകാവുന്ന വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് യു.ഡി.എഫ് ക്യാമ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. പോളിംഗ് അനുകൂലമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ.ഡി.എഫും. അതേസമയം ഇരുവിഭാഗങ്ങളിലെയും അസംതൃപ്തർ തനിക്കൊപ്പം നിൽക്കുമെന്നാണ് പി.വി. അൻവർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതികരിച്ചത്. നിലമ്പൂരിൽ നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, ഇന്നലെ വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയതിനു ശേഷം ഒരു പ്രാഥമികമായ വിലയിരുത്തൽ മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസം സ്ഥാനാർത്ഥികൾ പ്രകടിപ്പിക്കുന്നത് കണ്ടു. എന്താണ് 3 ക്യാമ്പുകളിൽ നിന്നുമുള്ള ആത്മവിശ്വാസം, പ്രതീക്ഷ? പി വി അൻവർ അത്രത്തോളം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഈ വിവിധ ക്യാമ്പുകളിൽ നിന്നായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ? ഇനി വോട്ടെണ്ണലിനായുള്ള കാത്തിരിപ്പാണ്, അതിൻ്റെ ഒരു ആകാംക്ഷയും രാഷ്ട്രീയ കേരളത്തിനുണ്ട്. നിതിൻ അംബുജൻ. മണ്ഡലത്തിൽ 74.35% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. തികഞ്ഞ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് മുന്നണികൾ. അടിയൊഴുക്കുകൾ ആർക്ക് തുണയാകും, ആർക്ക് തിരിച്ചടിയാകും എന്നത് സംബന്ധിച്ചൊക്കെ ഒരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് മുന്നണികൾ ഇതിനോടകം കടന്നു കഴിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. നിലമ്പൂർ ജനത ആർക്കൊപ്പമാണ് നിന്നത് എന്ന് തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ വ്യക്തമായി തുടങ്ങും. ഈ മികച്ച പോളിംഗിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട് മുന്നണികൾ. അടിയൊഴുക്കുകൾ തിരിച്ചടിയായിട്ടില്ല എന്നാണ് പൊതുവെ യു.ഡി.എഫ് ക്യാമ്പിൻ്റെയൊക്കെ വിലയിരുത്തൽ. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് നിലമ്പൂരിലെ മുന്നണികളുടെ പ്രതീക്ഷകൾ? ഈ വോട്ടെടുപ്പിന് ശേഷമുള്ള കണക്കുകൂട്ടലുകൾ എങ്ങനെ, വിലയിരുത്തലുകൾ എങ്ങനെ, എത്രത്തോളം ആത്മവിശ്വാസം, പ്രതീക്ഷ? നിതിൻ. റിജിത്ത്, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. വോട്ടെടുപ്പിന് ശേഷം പ്രാഥമിക വിലയിരുത്തൽ ഇതിനകം തന്നെ യു.ഡി.എഫും എൽ.ഡി.എഫ് ക്യാമ്പുകളും നടത്തി കഴിഞ്ഞു. ചരിത്ര ഭൂരിപക്ഷം നേടുമെന്ന ഒരു പ്രതീക്ഷയിലാണ് യു.ഡി.എഫ് ഉള്ളത്. 2016 കൈവിട്ട മണ്ഡലം ഇക്കുറി ആര്യാടൻ ഷൗക്കത്തിലൂടെ അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം, കഴിഞ്ഞ മണിക്കൂറുകളിലടക്കം എന്തായാലും യു.ഡി.എഫ് ക്യാമ്പുകൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. നമുക്കറിയാം, പി വി അൻവർ ഏതാണ്ട് 2700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇടതുമുന്നണിയിൽ ജയിച്ചത്. അതിനുശേഷം പിന്നീട് ഈ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിലൂടെ മണ്ഡലം നിലനിർത്താൻ കഴിയും, അല്ലെങ്കിൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രേഖപ്പെടുത്തിയ പോളിംഗിനേക്കാൾ മറികടക്കുന്ന ഒരു നിലയിലേക്കുള്ള പോളിംഗ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പാണെന്ന ഒരു ആലസ്യമോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന മാസങ്ങളിൽ ഇനി വീണ്ടും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ്, അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ ഒരു രീതിയിൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറയാൻ സാധ്യതയുണ്ടെന്ന ഒരു കണക്കുകൂട്ടലാണ് പൊതുവെ വിലയിരുത്തുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇത്തവണ 74.37% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ പോളിംഗിന് അടുത്തെത്തിയിട്ടുണ്ട്. അത് ഇരു ക്യാമ്പുകളിലും, അത് എം സ്വരാജിനും അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിനും വലിയ പ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത്. യു.ഡി.എഫ് ക്യാമ്പുകളിലെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാകും, അല്ലെങ്കിൽ യു.ഡി.എഫിലുണ്ടായ അസംതൃപ്തിയെ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് എൽ.ഡി.എഫ് ക്യാമ്പിലുള്ളത്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇത്തവണ നിലമ്പൂരിന് വോട്ടാകും. അതുകൊണ്ട് തന്നെ 2026 കടക്കുന്ന ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ വലിയ സംസ്ഥാനത്ത് തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാകും ഈ മാസം 23 വരാനിരിക്കുന്നത്. അതിൽ യു.ഡി.എഫും എൽ.ഡി.എഫും ഒരുപോലെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. അതേസമയം തന്നെ യു.ഡി.എഫിലെയും എൽ.ഡി.എഫിലെയും അസംതൃപ്തരിലാണ് പി വി അൻവറിന്റെ കണ്ണ്. തുടക്കം മുതൽ തന്നെ പ്രചരണഘട്ടത്തിലടക്കം എൽ.ഡി.എഫിലെ അസംതൃപ്തരെ തങ്ങൾക്ക് അത് വോട്ടായി കിട്ടുമെന്നൊരു പ്രതീക്ഷ പി വി അൻവർ വെച്ചു പുലർത്തിയിരുന്നു. ആ ഒരു നിലയിൽ ഇത്തവണ പി വി അൻവർ തങ്ങൾക്ക്, അല്ലെങ്കിൽ പി വി അൻവർ തന്നെ മണ്ഡലം നിർത്താൻ കഴിയുമെന്നാണ് അവരുടെ ക്യാമ്പുകൾ വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു പ്രാഥമികമായ ഒരു വിലയിരുത്തലിലേക്ക് എന്തായാലും കണക്കൂട്ടുകളിലേക്കും ഇത്തവണ ഈ മണിക്കൂറുകൾ അവർ കടന്നിട്ടുണ്ട്. പക്ഷേ ഒരു കൃത്യമായ കണക്ക്, ഏതാണ്ട് ഏത് നിലയിൽ ഭൂരിപക്ഷം കിട്ടുമെന്നൊരു കണക്കിലേക്ക് എന്തായാലും ഇപ്പോൾ അവർ ഒരു പ്രതികരണത്തിലേക്ക് കടന്നിട്ടില്ല. അതേസമയം യു.ഡി.എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്ന ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് 12,000-നും 15,000-നും ഇടയിലാണ്. നമുക്കറിയാം, നിലമ്പൂർ നഗരസഭയും പോത്തുകലും അതോടൊപ്പം തന്നെ അമരമ്പലം പഞ്ചായത്തും ഈ കേന്ദ്രങ്ങളാണ് എൽ.ഡി.എഫിന് സ്വാധീനമുള്ളത്. അവിടെ കൃത്യമായ പോളിംഗ് വർദ്ധിച്ചത് അത് എൽ.ഡി.എഫിന് അനുകൂലമാകുമെന്നൊരു കണക്കൂട്ടലേക്ക് എന്തായാലും അവർ കടന്നിട്ടുണ്ട്. പക്ഷേ ഈ എൽ.ഡി.എഫിന് സ്വാധീനമുള്ള മേഖലകളടക്കം സർക്കാർ വിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് ഇത്തവണ ലഭിച്ചു എന്നാണ് യു.ഡി.എഫ് ഇത്തവണ കണക്കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇഴകീറിയ ഒരു പരിശോധനയിലേക്ക് എന്തായാലും ഇന്ന് യു.ഡി.എഫും എൽ.ഡി.എഫും കടക്കും. ഇന്ന് തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടറി ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി എം സ്വരാജ് പങ്കെടുക്കുന്നുണ്ട്. പ്രചരണ ഘട്ടത്തിലടക്കം ഉയർന്ന വിഷയങ്ങൾ, അതിൽ ഏതൊക്കെ തരത്തിൽ
കൂട്ടത്തിൽ പാളിച്ചകൾ പറ്റി വിവാദമായ സാഹചര്യം ഇതെല്ലാം തന്നെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തും. അതോടൊപ്പം തന്നെ എത്ര വോട്ട്, എത്ര ഭൂരിപക്ഷം, ഏതൊക്കെ കേന്ദ്രങ്ങളിൽ CPM ഇടതുമുന്നണിക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു കൃത്യമായ വിലയിരുത്തലിലേക്ക് എന്തായാലും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി കടക്കും. അതിനുശേഷമാകും ഒരു കൂടുതൽ വിശകലനങ്ങൾക്ക് എന്തായാലും ഇടതുമുന്നണി കടക്കുക. ഒരുപക്ഷെ അവരുടെ ഭൂരിപക്ഷം ഏതാണ്ട് ഏത് നിലയിൽ ഒരു ഭൂരിപക്ഷം എന്ന നിലയിലടക്കം CPM ഇന്നത്തെ വിലയിരുത്തലിന് ശേഷം ആ നിലയിലേക്കുള്ള ഒരു പ്രതികരണങ്ങൾ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2026 തുടർ ഭരണത്തിന് ആവേശം നൽകുന്ന ഒരു വിജയം ഇത്തവണ എം സ്വരാജിലൂടെ നിലമ്പൂരിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നിലവിലിപ്പോൾ CPM നേതാക്കളും അതോടൊപ്പം ഇടതുമുന്നണിയും കണക്കുകൂട്ടൽ. അതുമായി വഴിക്കടവ് പോലെ ഈ PV അൻവറിന് ഏറെ സ്വാധീനമുള്ള മേഖലകളിലെ വോട്ട് ഉയർന്നത് അത് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. 7800ഓളം പുതിയ വോട്ടേഴ്സിന്റെ വോട്ടുണ്ട്. മാത്രവുമല്ല കഴിഞ്ഞ ദിവസം വന്ന ശശി തരൂരിന്റെ ചില പ്രസ്താവനകൾ ഇതൊക്കെ ഏത് രീതിയിൽ പോളിംഗിനെ സ്വാധീനിച്ചു കാണാമെന്നാണ് വിലയിരുത്തൽ. PV അൻവറിന്റെ സ്വാധീന മേഖലകൾ അദ്ദേഹം കൊട്ടിക്കലാശം അടക്കം ഒഴിവാക്കി തന്നെ പ്രചരണ മണിക്കൂറുകൾ കഴിഞ്ഞ 22 അതായത് 3 ആഴ്ചയിലധികം ശക്തമായ പ്രചരണമായി മുന്നോട്ട് പോയിരുന്നു. നമുക്കറിയാം PV അൻവറിന്റെ സ്വാധീനമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രചരണം തുടക്കം മുതൽ തന്നെ ആരംഭിച്ചിരുന്നത്. അവിടെ അടക്കം തങ്ങളുടെ വോട്ട് ഏത് നിലയിലാണോ അതെല്ലാം സുരക്ഷിതമായി തന്നെ ഉണ്ട് എന്നൊരു കണക്കൂട്ടിൽ തന്നെയാണ് PV അൻവറും വെച്ചു പുലർത്തുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു കേന്ദ്രങ്ങളടക്കം ഇടതുമുന്നണിക്കും UDF-നും കടന്നു ചെല്ലാൻ കഴിഞ്ഞുവെന്ന് അവർ വിലയിരുത്തുന്നു. പക്ഷേ ഇതിൽ PV അൻവർ എത്രത്തോളം വോട്ട് പിടിക്കുമെന്നത് സ്വാഭാവികമായിട്ടും ഇന്ന് ഈ നിലമ്പൂർ വിധിയെ ഗതി നിർണ്ണയിക്കുന്നതാകും. PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് UDF ക്യാമ്പിനും അതോടൊപ്പം തന്നെ LDF ക്യാമ്പിനും ഒരുപോലെ അത് നിർണായകമാണ്. ആ ഒരു സാഹചര്യത്തിൽ PV അൻവറിന്റെ വോട്ടുകൾ പരമാവധി അത് ഭിന്നിപ്പിക്കാനുള്ള ഒരു പ്രചരണം തുടക്കം മുതൽ തന്നെ LDF-നും അതോടൊപ്പം UDF-ഉം നടത്തിയിരുന്നു. ആ ഒരു മേഖലയിൽ തന്നെയാണ് ഇത്തവണ ഇടതുമുന്നണിയുടെയും അതോടൊപ്പം തന്നെ UDF-ന്റെയും പ്രധാനപ്പെട്ട കണക്കുകൂട്ടൽ. നമുക്കറിയാം സർക്കാർ വിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് ഇത്തവണ കൃത്യമായി അത് UDF-ന്റെ പെട്ടിയിലാക്കാനുള്ള ഒരു പ്രചരണം, കാർഡിളക്കുള്ള ഒരു പ്രചരണം അവർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ UDF-ന്റെ വോട്ടുകളെല്ലാം അരിച്ചുപെറുക്കി തങ്ങളുടെ പെട്ടിയിലാക്കി എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നലെ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം ഉണ്ടായത്. അതിനിടയിൽ നടന്ന വിവാദ വിഷയങ്ങളുണ്ട്. VV പ്രകാശിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം, അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇത്തവണ പ്രചരണം ശക്തമായി തന്നെ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ സർക്കാർ വിരുദ്ധ വോട്ടുകൾ തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണ്. അത് തങ്ങൾക്ക് ആര്യാടൻ ഷൗക്കത്തിന് ഗുണകരമാകും എന്ന് തന്നെയാണ് UDF-ന്റെ വിലയിരുത്തൽ. എന്നാൽ PV അൻവർ ഒരു ഫാക്ടർ അല്ല എന്ന് തന്നെയാണ് ഇടതുമുന്നണിയും പറയുന്നത്. പക്ഷേ ഈ PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് എത്രത്തോളം ലഭിക്കുമെന്നതാകും ഇത്തവണത്തെ നിലമ്പൂർ ജനവിധിയെ സ്വാധീനിക്കുക. നമുക്കറിയാം ഈ മാസം 23 പെട്ടി നോക്കുമ്പോൾ 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷയിലാണ്. പക്ഷേ അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു നിലയിൽ പരിഗണിക്കുമ്പോൾ ആ സെമി ഫൈനലിന് നിലമ്പൂരിന്റെ വിജയം എന്തായാലും എല്ലാ മുന്നണികൾക്കും അത് വലിയ നിർണായകമാണ്. നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ വാഗ്വാദങ്ങൾക്കൊടുവിൽ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന പ്രചാരണ കാലത്തെ വിവാദങ്ങൾക്കൊടുവിലൊക്കെ നിലമ്പൂർ ജനത വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാരെ തുണയ്ക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ അത് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന വിലയിരുത്തൽ പൊതുവായുണ്ട്. നിലമ്പൂരിലെ വിധി എന്താണ്, ജനവിധി എന്താണ്, തെരഞ്ഞെടുപ്പ് ഫലം എന്താണ് എന്നതറിയാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. നിതിൻ അംബുജൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.